പലപ്പോഴും ഞാനൊക്കെ പണ്ടാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിലാണ് ഇങ്ങനെ ഓരോരോ വിശുദ്ധനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അതായത് ഞാൻ സെർച്ച് ചെയ്യും, ഓക്കെ ഈ വിശുദ്ധൻ എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ ഈ വിശുദ്ധയുടെ പ്രത്യേകത എന്താണെന്ന്. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി ജസ്റ്റ് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധിച്ചു തരാൻ വേണ്ടി മാത്രമല്ലല്ലോ കർത്താവ് നമുക്ക് വിശുദ്ധരെ തന്നെ. നമ്മൾക്ക് ഓരോരുത്തർക്കും വിശുദ്ധരാകാൻ സാധിക്കും. അതിനുള്ള എക്സാമ്പിൾസായി വിശുദ്ധർ. ഇവരാരും ജനിച്ചപ്പം തന്നെ വിശുദ്ധരല്ലായിരുന്നു. ജീവിതത്തിൻ്റെ പല സ്റ്റേജിൽ പല വഴികളിലൂടെ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് വിശുദ്ധരായിട്ട് മാറിയവർ. അപ്പം നമ്മളും ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും കർത്താവിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മളും അൾട്ടിമേറ്റ്ലി ആ വിശുദ്ധിയിലോട്ട് എത്തും. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ അവരെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കി അവരെ ദൈവസ്നേഹത്തിലോട്ട് അടുപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നമുക്ക് വേണമെന്ന് പറയണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുണ്ടല്ലോ ഉറപ്പായിട്ടും സ്വർഗത്തിൽ നിന്ന് അവർ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കും. അതായത് ഇപ്പം പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ ഒരുങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധ പാദ്രി പിയോനോട് പ്രാർത്ഥിക്കാം. ജപമാല ഭക്തിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കാം. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി വിശുദ്ധ ലൂയിഡി മോൺഫോർട്ട് ഉണ്ട്, വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ ഉണ്ട്. അങ്ങനെ ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഉള്ള പുണ്യങ്ങൾ നമുക്ക് വേണമെന്നും അതുപോലെ അവരെ കർത്താവിലോട്ട് കൂടുതൽ അടുപ്പിച്ച വഴികളിലൂടെ നമ്മളെ അടുപ്പിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് വിശുദ്ധരുടെ മധ്യസ്ഥം യാചിക്കാം. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്.